നമസ്കാരം. കണ്ണിൽ കുത്തിയാൽ കാണുവാൻ കഴിയാത്ത കൂരിരുട്ട്, ശ്വസിക്കാൻ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല, ഭക്ഷണമില്ല, ചുറ്റും ഉയർന്നു വരുന്ന വെള്ളം, മരണത്തിന് തൊട്ടടുത്ത് 18 ദിവസങ്ങൾ ഒരു ഗുഹയിൽ കുടുങ്ങിയ 12 കുട്ടികളും അവരുടെ ഫുട്ബോൾ കോച്ചും എങ്ങനെയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? ഇതൊരു വെറും രക്ഷാപ്രവർത്തന കഥയല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ അസാധാരണമായ അതിജീവന ശേഷിയുടെ കഥയാണിത്. 2018 ജൂൺ 23 തായ്ലൻഡിലെ ചിയാങ് റായ് പ്രവിശ്യയിൽ സാധാരണ പോലെ ഒരു ദിവസം തുടങ്ങുന്നു. പ്രാദേശിക ഫുട്ബോൾ ടീമായ വൈൽഡ് ബോൾസ് പരിശീലനം കഴിഞ്ഞ് വിനോദത്തിനായി താംലുവാങ് ഗുഹയിലേക്ക് കയറുന്നു. പക്ഷേ അവർ അറിഞ്ഞില്ല, അടുത്ത 2 ആഴ്ച ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ് തങ്ങൾ നടന്നു കയറുന്നതെന്ന്. പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഗുഹയുടെ ഉള്ളിലേക്ക് വെള്ളം കുതിച്ചെത്തി. 12 കുട്ടികളും അവരുടെ 25 വയസ്സുകാരനായ കോച്ചും ഉള്ളിൽ കുടുങ്ങി. പുറത്തെ ലോകം അവരെ കാണാതെ പരിഭ്രാന്തരായി. തായ് നേവി ഉദ്യോഗസ്ഥരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും അവിടെ എത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ മൈലുകളോളം വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 4 കിലോമീറ്ററോളം ഉള്ളിലാണ് ഇവർ അകപ്പെട്ടിരിക്കുന്നത്. ചെളിയും ഇരുട്ടും കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാവരും കരുതി ആ കുട്ടികൾ ഇനി ജീവനോടെ ഉണ്ടാകില്ല എന്നാണ്. ഏതാണ്ട് 9 ദിവസത്തെ തിരച്ചിലിന് ശേഷം 2 ബ്രിട്ടീഷ് ഡൈവർമാർ ഈ കുട്ടികളെയും ഈ കോച്ചിനെയും കണ്ടെത്തുന്നു. ആ 13 പേരെയും കണ്ടെത്തിയത് പ്രതീക്ഷ നൽകി. പക്ഷേ യഥാർത്ഥ വെല്ലുവിളി ഇനിയാണ് തുടങ്ങുന്നത്. അവരെ എങ്ങനെ പുറത്തെത്തിക്കും? ഇവരാരും തന്നെ നീന്തലിൽ അത്ര പ്രാഗൽഭ്യമുള്ളവരല്ലായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ദൗത്യമായിരുന്നു അത്. കുട്ടികൾക്ക് നീന്താൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗുഹയിലെ വഴി ഇടുങ്ങിയതും ഇരുട്ടിലുമാണ്. ഇവരെ എങ്ങനെ പുറത്തെത്തിക്കും? അവസാനം ഒരു തീരുമാനമെടുത്തു. കുട്ടികളെ മയക്കുമരുന്ന് നൽകി ഉറക്കി ഡൈവർമാർ കൈകളിൽ പിടിച്ച് വെള്ളത്തിനടിയിലൂടെ നീന്തി പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പോംവഴി ഉണ്ടായിരുന്നുള്ളൂ. ഓരോ കുട്ടിയെയും പുറത്തെത്തിക്കാൻ ഏതാണ്ട് 5 മണിക്കൂറോളം എടുത്തു എന്നുള്ളതാണ്. ഒരു ചെറിയ പിഴവ് പോലും മരണത്തിന് കാരണമായേക്കാം. ഇതിനിടയിൽ സമാൻ ഗുണാൻ എന്ന ധീരനായ തായ്ലൻഡിലെ നേവി ഡൈവർ തന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നു. 18 ദിവസത്തെ പോരാട്ടം. ലോകം ഒന്നടങ്കം പ്രാർത്ഥിച്ചു. അവസാനം ജൂലൈ 10 എല്ലാവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ലോകത്തിന്റെ ഒത്തൊരുമയുടെയും അതിലുപരി ഏറ്റവും അങ്ങേയറ്റത്തെ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വരെ ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് എന്നതിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ജീവൻ ആപത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ മനസ്സ് എങ്ങനെയാണ് പ്രതികരിക്കുക? എന്തുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങളിൽ ചിലർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി മറ്റുള്ളവരെ രക്ഷിക്കുന്നതും മറ്റു ചിലർ പേടിച്ച് തരിച്ചു നിന്നു പോകുന്നതും? ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സങ്കീർണമായ അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിന് 3 തരത്തിൽ പ്രവർത്തിക്കാം. ഒന്നാമത്തേതാണ് ആ സാഹചര്യവുമായി ഫൈറ്റ് ചെയ്യുക എന്നത്. രണ്ടാമത്തേതാണ് ആ സാഹചര്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുക. മൂന്നാമത്തേത് പേടിച്ച് വിറച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുക. 10-80-10 റൂൾ, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾ 3 രീതിയിലാണ് പ്രതികരിക്കുക. 10% ആൾക്കാർ ശാന്തരായിരിക്കും, കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യും. എന്നാൽ 80% ആളുകളും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ സ്റ്റണ്ടായി നിൽക്കും. ബാക്കിയുള്ള 10%കാർ പാനിക്കാകും, പരിഭ്രാന്തരായി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. അതിജീവനത്തിന് കേവലം ശാരീരിക ക്ഷമത മാത്രം പോരാ, മറിച്ച് വിൽ ടു സർവൈവ് അഥവാ ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അത്യാവശ്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. തായ്ലൻഡ് ഗുഹയിലെ ആ 12 കുട്ടികളുടെയും അവരുടെ കോച്ചിന്റെയും അതിജീവന മനഃശാസ്ത്രത്തിന്റെ വിശകലനം നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ലീഡർഷിപ്പ്. ആ കുട്ടികളുടെ ഫുട്ബോൾ കോച്ച് ഒരു മുൻ ബുദ്ധ സന്യാസിയായിരുന്നു. അദ്ദേഹം കുട്ടികളെ പാനിക്കാക്കാതെ നോക്കി. നേതാവ് ശാന്തനായാൽ ആ ശാന്തത ഗ്രൂപ്പിലെ മറ്റുള്ളവരിലേക്കും പകരും. അദ്ദേഹം കുട്ടികളോട് അനങ്ങാതെ ഇരിക്കുവാനും ഊർജം ലാഭിക്കുവാനും നിർദ്ദേശിച്ചു. ഭയപ്പെടുന്ന ഘട്ടത്തിൽ ഒരു ഗ്രൂപ്പിലെ എല്ലാവരും ഒരേപോലെ പരിഭ്രാന്തരായാൽ മരണം ഉറപ്പാണ്. എന്നാൽ ഇവിടെ കോച്ച് ഒരു കാം ലീഡറായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇത് ഗ്രൂപ്പിലെ മറ്റുള്ളവരിലും ആത്മവിശ്വാസം നിറച്ചു. നേതാവ് ശാന്തനായാൽ അനുയായികളും ശാന്തരാകും എന്നുള്ളതാണ്. അടുത്ത ഒരു ഘടകമായിരുന്നു മെഡിറ്റേഷനും ശ്വസന നിയന്ത്രണവും. മെഡിറ്റേഷൻ ആൻഡ് എനർജി കൺസർവേഷൻ. ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കും. ആ ഗുഹയ്ക്കുള്ളിൽ ഏറ്റവും വലിയ വെല്ലുവിളി കുറഞ്ഞു വരുന്ന ഓക്സിജൻ ആയിരുന്നു. സാധാരണ 21% വേണ്ടത്, എന്നാൽ ആ സ്ഥാനത്ത് വെറും 15% ഓക്സിജൻ കുറഞ്ഞു എന്നുള്ളതാണ്. മുൻ ബുദ്ധ സന്യാസിയായിരുന്ന ഈ ഫുട്ബോൾ കോച്ച് കുട്ടികളെ ആ ഗുഹയിൽ അകപ്പെട്ട ദിനങ്ങളിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് താരതമ്യേന കുറഞ്ഞിരിക്കുകയും ശരീരം കുറഞ്ഞ അളവിൽ മാത്രമേ ഓക്സിജൻ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ ഇത് അവരുടെ ഭയം കുറയ്ക്കുവാനും ജീവൻ നിലനിർത്താനും സഹായിച്ചു. ശരീരത്തിന്റെ മെറ്റാബോളിക് ഫംഗ്ഷനെ താഴ്ത്തി മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ
ശരീരത്തിന്റെ ഊർജം അനാവശ്യമായി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചു. 10 ദിവസത്തോളം ആരും തങ്ങളെ കണ്ടെത്തിയില്ല. എങ്കിലും അവർ പ്രത്യാശ കൈവിട്ടില്ല. അതിജീവനത്തിൽ ഏറ്റവും പ്രധാനമാണ് പ്രതീക്ഷ. ഞങ്ങൾ രക്ഷപ്പെടും എന്ന അവരുടെ പോസിറ്റീവ് ചിന്ത തലച്ചോറിലെ അവരുടെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുവാൻ സഹായിച്ചു. പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാതിരുന്ന 10 ദിവസങ്ങളിലും അവർ തളർന്നില്ല. അതിജീവനത്തിലെ ഏറ്റവും പ്രധാനം വിൽ ടു സർവൈവ് ആണ്. എന്ത് വന്നാലും ശരി, ഞാൻ ഇതിനെ അതിജീവിക്കും എന്ന അടിയുറച്ച ശുഭാപ്തി വിശ്വാസം. ഓരോ ദിവസവും അവർ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചു. ഉദാഹരണത്തിന്, ഗുഹയ്ക്കുള്ളിൽ വെള്ളം വരുന്ന ഭാഗം നിരീക്ഷിക്കുക, പരസ്പരം സംസാരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ചെറു ചെറു കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടു. ഇത് അവരെ മാനസികമായി തളരാതെ കാത്തു സൂക്ഷിച്ചു. പൂർണ്ണമായും ഇരുട്ടിൽ ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിന് ഭ്രമം അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലും ആ കുട്ടികൾ പരസ്പരം സംസാരിച്ചും ഒരുമിച്ചും ഒക്കെ ഇരുന്ന് സൗഹൃദത്തോടെ ഇരുന്നത് കൊണ്ട് തന്നെ അവർ ഹാലൂസിനേഷൻ ഉണ്ടാകുവാനുള്ള മാനസികാവസ്ഥയെ മറികടന്നു. ഇനി രക്ഷാപ്രവർത്തനത്തിലെ മനഃശാസ്ത്രത്തെ നോക്കാം. ഇനി കുട്ടികളെ പുറത്തെത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു കിലോമീറ്ററുകളോളം വെള്ളത്തിനടിയിൽ നീന്തി വേണം ഇവരെ പുറത്തെത്തിക്കാൻ. കുട്ടികൾ പരിഭ്രാന്തരായാൽ അത് എല്ലാവരുടെയും ജീവന് അപകടമാകാം. അതിനാൽ അവരെ ഭാഗികമായി സഡേഷൻ നൽകി അല്ലെങ്കിൽ മയക്കുമരുന്ന് നൽകി അങ്ങനെയാണ് പുറത്തെത്തിച്ചത്. ഇതുവഴി അവർക്കുണ്ടാവുന്ന മാനസിക ആഘാതത്തിനെ കുറച്ചു. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ സ്വഭാവത്തെയാണ് നമ്മൾ സൈക്കോളജിയിൽ ആൾട്രൂയിസം അല്ലെങ്കിൽ ത്യാഗ മനോഭാവം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, സാം കുനാൻ എന്ന ആ നേവി ഉദ്യോഗസ്ഥൻ തന്റെ ജീവൻ തന്നെ ഇതിനായി ബലി നൽകി. ഒരു അപരിചിതന് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലാക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള ഈ കറകളഞ്ഞ ത്യാഗമനോഭാവമാണ് തന്നെയാണ്. മനഃശാസ്ത്രത്തിലെ കോസ്റ്റ് റിവാർഡ് തിയറി പ്രകാരം ഒരു രക്ഷാപ്രവർത്തകൻ തന്റെ മുന്നിലുള്ള അപകട സാധ്യത അതിനെ കോസ്റ്റ് ആക്കി നമുക്ക് കൺസിഡർ ചെയ്യാം. അത് വിജയിച്ചാൽ ഉണ്ടാകുന്ന സംതൃപ്തി, ഇതിനെ റിവാർഡ് എന്ന് വിളിക്കാം. എന്നാൽ ഇവിടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്ന റിവാർഡാണ് ഇവിടെ ഉള്ളത്. സ്വന്തം ജീവൻ അപകടത്തിലാക്കുക എന്ന കോസ്റ്റിനേക്കാൾ വലുതാണ് ആ ഡൈവേർമാർ തീരുമാനിച്ചു. ആ കുട്ടികളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. ഈ ഒരു മാനസികാവസ്ഥയാണ് അവരെ മരണക്കിണറിലേക്ക് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. ഈ ദൗത്യത്തിൽ ഇന്ത്യയും പങ്കുചേർന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അപകടം നടന്ന ഗുഹയ്ക്കുള്ളിലെ വെള്ളം വറ്റിക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇതിനായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് എന്ന ആ കമ്പനി അവരുടെ വിദഗ്ധ സംഘത്തെയും അതിനുള്ള യന്ത്ര സാമഗ്രികളെയും നൽകി സഹായിച്ചു. പമ്പുകളും ഉപകരണങ്ങളുമായി അവരെ തായ്ലൻഡിലേക്ക് അയച്ചു. പ്രസാദ് കുൽക്കർണി, ശ്യാം ശുക്ല തുടങ്ങിയ ഇന്ത്യൻ എഞ്ചിനീയർമാർ ദിവസങ്ങളോളം ഗുഹയ്ക്ക് പുറത്ത് ക്യാമ്പ് ചെയ്ത് പമ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു. തായ്ലൻഡ് സർക്കാർ ഔദ്യോഗികമായി നന്ദി അറിയിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമുക്കതിൽ അഭിമാനിക്കാം. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റൊരു രാജ്യത്തെ സഹായിക്കുവാൻ ഇന്ത്യ കാണിച്ച ഈ മനസ്സ് അൾട്രൂയിസം അഥവാ അപരസ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ലോകം ഒരു തറവാടാണെന്ന വസുദൈവ കുടുംബകം എന്ന ഇന്ത്യയുടെ തത്വം ഇവിടെ പ്രായോഗികമായി തെളിയിക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, തായ്ലൻഡിലെ ആ ഗുഹ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രതീകമാണ്. ഇന്ന് നമ്മളിൽ പലരും സമാനമായ ഇരുണ്ട ഗുഹകളിലൂടെ കടന്നു പോകുന്നവരാകാം. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളാകാം, അടച്ചു തീർക്കുവാൻ കഴിയാത്ത ലോണുകളാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ചകളാകാം. ആ കുട്ടികളെ പോലെ നാമും ചിലപ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കിരിക്കാം. അവിടെയാണ് ഈ തായ്ലൻഡിലെ സംഭവം ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പരിഭ്രാന്തരാകാതിരിക്കുക, ഡോണ്ട് ഗെറ്റ് പാനിക്. പ്രതിസന്ധികളിൽ തളർന്നു പോയാൽ തലച്ചോറിലെ യുക്തിപരമായ ചിന്തകൾ നിലയ്ക്കും. ശാന്തമായി ഇരിക്കുക, എങ്കിൽ മാത്രമേ പോംവഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. സഹായം ചോദിക്കാൻ മടിക്കരുത്. ആ കുട്ടികളെ രക്ഷിക്കാൻ ലോകം ഒന്നടങ്കം എത്തിയത് അവർ സഹായത്തിനായി കാത്തിരുന്നത് കൊണ്ടാണ്. പ്രശ്നങ്ങളിൽ തനിച്ചാണെന്ന് കരുതരുത്. വിദഗ്ധരുടെയോ പ്രിയപ്പെട്ടവരുടെയോ സഹായം തേടുക. ഓർക്കുക, ആ ഇരുണ്ട ഗുഹയ്ക്ക് പുറത്ത് ഒരു വെളിച്ചമുണ്ട്. അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കാൻ ഒരു ലോകവുമുണ്ട്. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് നീങ്ങുക. ഈ വീഡിയോ കണ്ടന്റിന് വേണ്ടി ഞാൻ റെഫറൻസായി ഉപയോഗിച്ചത് ദ ട്രാപ്ഡ് 13 എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്. താല്പര്യമുള്ളവർക്ക് ഇത് കാണുക. ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ദ ട്രാപ്ഡ് 13 ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തൂ. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു.